നമസ്കാരം. നിങ്ങളുടെ കുട്ടിയോട് വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വലിയ കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈയൊരു വിശകലനം തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 9 സുപ്രധാന മാനസിക നിയമങ്ങളെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതിയിൽ നിന്നും മാറി എങ്ങനെ കൂടുതൽ ബോധപൂർവമായ ഒരു രക്ഷാകർതൃത്വം, അതായത് കോൺഷ്യസ് പാരന്റിംഗിലേക്ക് മാറാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ 9 ആധുനിക നിയമങ്ങളെ 5 ചെറിയ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1. ആധുനിക രക്ഷാകർതൃത്വം. 2. വികാരങ്ങളെ അംഗീകരിക്കുക. 3. മാതാപിതാക്കളുടെ ശാന്തത. 4. പുതിയ ശീലങ്ങൾ വളർത്തുക. ഒടുവിൽ 5. തെറ്റുകൾ പരിഹരിക്കുക. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൈകാര്യം ചെയ്യുന്നത് മുതൽ ആ ബന്ധം പിന്നീട് എങ്ങനെ മികച്ചതാക്കാം എന്നുവരെയുള്ള കാര്യങ്ങൾ ഇതിലുൾപ്പെടുന്നു. അപ്പോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ആധുനിക രക്ഷാകർതൃത്വം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: തിരുത്തുന്നതിനു മുൻപ് അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. നമ്മുടെ ആദ്യത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ കണക്ട് ഫസ്റ്റ്, കറക്റ്റ് ലേറ്റർ. അതായത് കുട്ടികൾ എന്തെങ്കിലും വാശി പിടിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരുടെ തലച്ചോറ് ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ഉപദേശം കൊടുത്താലും അവരെ തലയിൽ കയറില്ല. അതുകൊണ്ട് അവരെ തിരുത്താൻ പോകുന്നതിന് മുമ്പ് ആദ്യമൊന്ന് ചേർത്തുപിടിച്ച് അവരെ ശാന്തരാക്കുക. കാരണം ശാന്തമായ ഒരു തലച്ചോറിന് മാത്രമേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ബാക്കി ഉപദേശങ്ങളൊക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം: വികാരങ്ങളെ അംഗീകരിക്കുക. അതായത് അങ്ങേയറ്റം വൈകാരികമായ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വളരെ കൃത്യമായ ഒരു അതിർവരമ്പ് വരയ്ക്കണം. രണ്ടാമത്തെ നിയമം അതാണ്. കുട്ടികൾക്ക് ദേഷ്യം, സങ്കടം, അസൂയ ഇതൊക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്. ആ വികാരങ്ങൾക്കെല്ലാം എപ്പോഴും സ്വാഗതവുമുണ്ട്. അവർക്കത് പ്രകടിപ്പിക്കാം. പക്ഷേ ആ ദേഷ്യത്തിന്റെ പേരിൽ മറ്റുള്ളവരെ തല്ലാനോ കയ്യിലുള്ള സാധനങ്ങൾ വലിച്ചെറിയാനോ അവർക്കൊരു കാരണവശാലും അനുവാദമില്ല. ഇതെങ്ങനെ അവരെ മനസ്സിലാക്കിക്കാം എന്നല്ലേ ചിന്തിക്കുന്നത്? ഈ ഒരു വാചകം നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാം. നിനക്ക് ദേഷ്യം വരുന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷേ തള്ളുന്നത് ശരിയല്ല. കേൾക്കുമ്പോൾ വളരെ ലളിതമാണല്ലേ? പക്ഷേ ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരും. അവരുടെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നും എന്നാൽ മോശമായ പെരുമാറ്റങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ലെന്നും ഇതിലൂടെ വളരെ സ്നേഹത്തോടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇനി ഞാൻ വളരെ രസകരമായൊരു സയന്റിഫിക് ഫാക്ട് പറയാം. ഈ അതികഠിനമായ ദേഷ്യമോ പേടിയോ ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന രാസപ്രവർത്തനം യഥാർത്ഥത്തിൽ എത്ര നേരം നിൽക്കുമെന്നറിയാമോ? വെറും 90 സെക്കൻഡ്. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? അതെ, പരമാവധി വെറും 1.5 മിനിറ്റ് മാത്രമേ ഈ വൈകാരികതയുടെ തീവ്രത നിലനിൽക്കൂ. ഇതറിയാമെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ നിയമം എളുപ്പത്തിൽ പ്രയോഗിക്കാം. അതാണ് 90 സെക്കൻഡ് നിയമം. ആ 1.5 മിനിറ്റ് നേരം വെറുതെ ശാന്തമായി ശ്വാസമെടുക്കാൻ നിങ്ങളുടെ കുട്ടിയെ ഒന്ന് പഠിപ്പിച്ചു നോക്കൂ. ആ വികാരത്തിന്റെ വേലിയേറ്റം പതുക്കെ കുറഞ്ഞോളും. ഇതു ശീലമാക്കിയാൽ പിന്നീട് സങ്കടപ്പെടേണ്ടി വരുന്ന വലിയ വഴക്കുകളും തെറ്റായ പ്രതികരണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും. അടുത്തതായി മൂന്നാമത്തെ അധ്യായം: മാതാപിതാക്കളുടെ ശാന്തത. ഈ ഒരു മുഴുവൻ പ്രക്രിയയിലും നമ്മുടെ റോൾ, അതായത് മാതാപിതാക്കളുടെ പങ്ക് എത്രത്തോളം പ്രധാനമാണെന്ന് നോക്കാം. നാലാമത്തെ നിയമം പറയുന്നത് കുട്ടികൾക്ക് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ജന്മനാ കുറവായിരിക്കുമെന്നാണ്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ, കുട്ടി ദേഷ്യപ്പെടുമ്പോൾ നമ്മളും തിരിച്ച് ദേഷ്യപ്പെട്ടാലോ? അത് എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ അവരുടെ വാശി കൂട്ടുകയുള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ ശാന്തമായിരുന്നാലോ? വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നതിന്റെ ഏറ്റവും മികച്ചൊരു റോൾ മോഡലായി നമ്മൾ അവർക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ നിയമം. ഇത് സഹനപരിധി അഥവാ വിൻഡോ ഓഫ് ടോളറൻസ് എന്നതിനെക്കുറിച്ചാണ്. അതായത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ മനസ്സിനുള്ള ഒരു പരിധി. കുട്ടികൾ ക്ഷീണം കൊണ്ടോ നല്ല വിശപ്പുകൊണ്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവുകൊണ്ടോ ഒക്കെ അമിതമായി വാശി പിടിക്കുമ്പോൾ അതൊരു അഭിനയമല്ല കേട്ടോ. അവരുടെ ആ ശാരീരികവും മാനസികവുമായ സഹനപരിധി ലംഘിക്കപ്പെടുന്നതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്. അത് നമ്മൾ വളരെ അനുഭാവപൂർവ്വം തന്നെ തിരിച്ചറിയണം. നമുക്ക് മുന്നോട്ടു പോകാം. പുതിയ ശീലങ്ങൾ വളർത്തുക എന്നതാണ് നാലാമത്തെ ഭാഗം. ഈ സഹനപരിധി ലംഘിക്കപ്പെടുന്നത് എങ്ങനെ മുൻകൂട്ടി തടയാം? ദീർഘകാലത്തേക്ക് ഗുണകരമാകുന്ന നല്ല ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഏഴാമത്തെ നിയമം വളരെ വ്യക്തമായി പറയുന്നു: നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോ മാതാപിതാക്കൾ തന്നെ മികച്ച മാതൃകകളാകണം, അല്ലേ? ഇതിനായി വീട്ടിലൊരു ഡിജിറ്റൽ സൺസെറ്റ് കർശനമായി നടപ്പിലാക്കാം.
അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുൻപും വീട്ടിലെ എല്ലാവരും ഫോൺ മാറ്റിവെക്കുക. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു കിടിലൻ ശീലമാണത്. 8ാമത്തെ നിയമവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കുട്ടികളിൽ നല്ലൊരു മനോഭാവവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ ഭയങ്കര ബുദ്ധിമാനാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജന്മനായുള്ള കഴിവുകളെ മാത്രം പുകഴ്ത്തുന്നത് ആദ്യം നമ്മൾ നിർത്തണം. പകരം തോറ്റുപോയിട്ടും നീ പിന്മാറാതെ ഒരുപാട് ശ്രമിച്ചല്ലോ എന്നു പറഞ്ഞ് അവരുടെ പരിശ്രമങ്ങളെയും കഠിനാധ്വാനത്തെയും വേണം നമ്മൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ. ഇത് വീഴാൻ മടിക്കാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവർക്ക് വലിയ ധൈര്യം കൊടുക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ അധ്യായത്തിലെത്തിയിരിക്കുകയാണ്. തെറ്റുകൾ പരിഹരിക്കുക. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 5ാമത്തെ നിയമം നമ്മളോട് പറയുന്നത് കുട്ടികളെ മുറിയിൽ അടച്ചിടുകയോ അവരെ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുന്ന പഴയ രീതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനാണ്. കാരണം അത് അവരിൽ ഒരു പ്രതികാര മനോഭാവം മാത്രമേ ഉണ്ടാക്കൂ. അതിനു പകരം അവർ ചെയ്ത തെറ്റുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് അവരെക്കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക. ആ തെറ്റ് തിരുത്താൻ അവരെ നേരിട്ട് സഹായിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ അവരിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ? മാതാപിതാക്കൾക്കും ചിലപ്പോൾ ദേഷ്യം വരും, തെറ്റുകൾ പറ്റും. രക്ഷാകർതൃത്വത്തിൽ ആരും പൂർണ്ണരല്ല എന്ന് 9ാമത്തെ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ അനാവശ്യമായി ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ തകർന്ന ബന്ധം എങ്ങനെ വീണ്ടും പഴയതുപോലെ കൂട്ടിയോജിപ്പിക്കാം എന്നുള്ളത് ഒരു വലിയ സൂപ്പർ പവർ പോലെ നമ്മൾ നേടിയെടുക്കണം. അതാണിവിടെ ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കുട്ടിയോട് തുറന്ന് ക്ഷമ ചോദിക്കാൻ ഈ ലളിതമായ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ആദ്യം നിങ്ങളുടെ ദേഷ്യം മാറുന്നതുവരെ കാത്തിരിക്കുക. എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് പറയുക, അച്ഛൻ അപ്പോൾ ദേഷ്യം വന്നത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാനം കുറയുകയല്ല ചെയ്യുന്നത്. സത്യത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോ ആധുനിക രക്ഷാകർതൃത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിനു മുൻപ് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ചിന്തിക്കാൻ വളരെ ശക്തമായ ഒരു ചോദ്യം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു അബദ്ധം പറ്റുമ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളോട് ക്ഷമ ചോദിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. കോൺഷ്യസ് പേരന്റിംഗിലേക്ക് മാറാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.